ഹായ് ഗൈസ്. അപ്പോൾ 3 ദിവസമായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം നമ്മൾ ഹൈദരാബാദ് ടൂർ പോയതുകൊണ്ട് നമ്മൾ ആദ്യം കുറേ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തു. ലോങ് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം എല്ലാവർക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ട്രാവലിംഗ് വീഡിയോ കുറച്ചൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടാന്ന് വെച്ചാൽ എൻ്റെ മൊബൈലിൻ്റെ ചാർജ് തീർന്നു. എന്താ റോമിങ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു വേഗം തീർന്നേനെ. അതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടായി. എൻ്റെ മൊബൈൽ വെറുതെ ബാഗിൽ ഇങ്ങനെ വെച്ചു, വേറെ വഴിയില്ല. ചാർജ് കുത്താൻ സൗകര്യം ഉണ്ടായിരുന്നാലും അതെന്തോ ചാർജ് ആവുകയും ചെയ്യുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഹൈദരാബാദിൽ കണ്ട കാഴ്ചകളാണ്. അപ്പോൾ ഇത് ഫിലിം സിറ്റിയാണ് ഗൈസ്, രാമോജി ഫിലിം സിറ്റിയാണ്. നമ്മൾ എവിടെ പോയില്ലേ, നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ടൂർ പോയാൽ ഒരുപാട് സ്ഥലങ്ങളെല്ലാം നമുക്ക് പരിചയപ്പെടാം. എന്നിരുന്നാലും ഒരുപാട് ഭംഗിയുള്ളതും അതുപോലെ ഏറെ പോകേണ്ടതുമായ ഒരു സ്ഥലം തന്നെയാണ് രാമോജി ഫിലിം സിറ്റി. കാരണം സിനിമ ലൊക്കേഷൻ കാര്യങ്ങളും സിനിമകൾ എങ്ങനെ ഉണ്ടാവുന്നു, സിനിമകൾ എങ്ങനെ ജനിക്കുന്നു, ഓരോ സിനിമകളിലും എന്തെല്ലാം ഐഡിയകളാണ് സംഭവിക്കുന്നത്. നമ്മൾ ആൾക്കാർ ഓരോ സിനിമകളും ഇങ്ങനെ കണ്ടുപോകുന്നു, അതെങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഒന്നും നമുക്കറിയില്ല. സ്റ്റണ്ടായാലും കോമഡി ആയാലും ഒരു റൊമാൻസ് പാട്ടായാലും ഇത് എങ്ങനെ സംഭവിക്കുന്നു. നമ്മൾ രാമോജി ഫിലിം സിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിനെക്കുറിച്ച് ഒരു ധാരണ, ഐഡിയ, ഒരു സിനിമ ഇങ്ങനെയല്ല ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്ക് എന്തായാലും ഉണ്ടാവും. നമ്മൾ എവിടെ ടൂർ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടാന്നല്ലാതെ നമുക്കൊരു ടൂറിൻ്റെ ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഹൈദരാബാദിൽ തന്നെ നമ്മളൊന്ന് പോയി നോക്കണം ഗൈസ്. പോയവരുണ്ടാവും, പോകാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.